ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഇരട്ടി രുചിയിൽ പാൽക്കുഴിക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ബൗളിലോട്ട് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പപ്പൊടി വറുത്ത പൊടി ചെയ്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്, 2 പേർക്കൊക്കെ കഴിക്കുന്ന ഒരു അളവ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുക്കാം. 1/4 ടീസ്പൂൺ നെയ്യ്. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ച്. ഞാനിപ്പോൾ 100 ഗ്രാം അരിപ്പൊടി എടുത്തത്. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴയ്ക്കണം. ഒരുപാട് ലൂസും ആകരുതെന്നാൽ ഒരുപാടങ്ങ് കട്ടിയാവരുത്. ആ തിളപ്പിച്ച വെള്ളം തന്നെ ആ ചൂടോടെ ഒഴിക്കണം. ഞാനിപ്പോൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആ തവി കൊണ്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴയ്ക്കണം, ചെറിയ ചൂടോടുകൂടി. അതായത് നമുക്ക് കുഴയ്ക്കാൻ പാകത്തിന് ചൂടുള്ള ആ ഒരു രീതിയാകുമ്പോൾ ഒന്ന് കുഴയ്ക്കാം. ഇതിപ്പോൾ കുറച്ച് ചൂടേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ചെറുതായിട്ട് ഒട്ടുമെന്ന് തോന്നുവാണെങ്കിൽ അല്പം നെയ്യ് കയ്യിലൊന്ന് തടവിയിട്ട് ഒന്ന് കുഴച്ചാൽ മതി. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി ഒന്ന് എടുക്കാം. തീരെ ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ. ഇതിൻ്റെ വലിപ്പം ഒട്ടും കൂടരുത്, കുറച്ചെടുക്കാം. ഈ ഒരു സൈസിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. കുറച്ച് തിക്കായിട്ടുള്ള പാലെടുത്തേക്കുന്നത്. ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലേക്കാട്ടിലൊക്കെ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, പാട കിട്ടും. കുറച്ചൊന്ന് കട്ടിയാവട്ടെ. ഇതിപ്പം കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റിനടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഈ സൈഡിലുള്ള ഈ പാടയൊക്കെ ഇങ്ങനെ എടുത്തിടണം. ഇനി ഈ ബോൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇട്ട ഉടനെ ഇളക്കരുത്, കുറച്ചൊന്ന് കട്ടിയായി കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇളക്കുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ പാട കട്ടിയായിട്ട് വരും. അതെല്ലാം ഇളക്കി ഈ പാലിലോട്ട് തന്നെ ഇടണം. അപ്പോൾ ഇത് നമ്മൂടൊക്കെ ഒന്ന് തിക്കാവുന്നത്. ഈ സമയത്ത് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ കൊഴുക്കട്ട വേഗം തോറും പാല് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്രയും ഒന്ന് കുറുകിയിട്ടുണ്ട്, നല്ലതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ശകല നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഈ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം, തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ട് മധുരം നോക്കണം. അപ്പോൾ മധുരം കുറച്ച് കുറവുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാര കുറച്ചും കൂടെ ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇത് കുറുക്കാൻ വേണ്ടി അരിപ്പൊടിയൊന്നും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണ്ട. ഇതുപോലെ പാല് കുറുക്കി ഈ രീതിയിലാക്കിയിട്ട് ലാസ്റ്റ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള പാൽക്കൊഴുക്കട്ടായി കിട്ടും. ഇത് നല്ല കുറുകിയായിരിക്കുന്നത്. വാങ്ങി വെച്ച 600 ഇച്ചിരി കൂടെ കട്ടിയാകും. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2.5 തൊട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല കുറുകിയായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പാൽക്കൊഴുക്കട്ട ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.